അഭിമന്യു തല താഴ്ത്തി താഴെ വീണ് കിടക്കുന്ന കേടായ അവന്റെ ബൊക്കയിലേക്ക് ഒന്ന് നോക്കി. അപ്പോൾ കാബിനിൽ നിൽക്കുന്ന പല്ലവിയെ അവൻ കണ്ടു. ഒറ്റ നിമിഷം കൊണ്ട് അവനുണ്ടായ അപമാനം അവൻ മറന്നു. അവൻ അവളുടെ ക്യാബിനിലേക്ക് പോയി അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, അത് പോട്ടെ പല്ലവി, സാരമില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, അത് വിട്ടുകള, നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട. ഇതു കേട്ട പല്ലവി ദേഷ്യത്തോടെ പറഞ്ഞു, എന്റെ അടുത്തു നിന്ന് മാറി നിന്നോ? മാറി നിൽക്ക്. നീ എന്നാ എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിവായി തരുന്നത്? എന്റെ ജീവിതം നീ ഒരു നരകമാക്കി തന്നു. പല്ലവിയുടെ വാക്കുകൾ കേട്ട് അഭിമന്യു ഞെട്ടിപ്പോയി. അവൻ അവളെ തന്നെ നോക്കി. ഞാൻ ചെയ്ത എന്തു പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇതെന്നറിയില്ല. നിനക്കെന്താണ് വേണ്ടത്? പപ്പ നിർബന്ധിച്ചു കഴിപ്പിച്ച കല്യാണമാണ് ഇത്. നീ എനിക്ക് യോജിച്ച ഒരാളെയല്ല. ഇന്നും നീ എന്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് മടിയാണ്.